ഹായ് ഗൈസ്, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന റിക്വസ്റ്റഡ് വീഡിയോ വേറെ ഒന്നുമല്ല. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കമൻറ്റ് ബോക്സിൽ നമ്മുടെ സബ്സ്ക്രൈബർ ഫ്രണ്ട് നമ്മൾ ചോദിച്ചൊരു കാര്യമാണ്, ചേട്ടാ ഈ ഡാർക്ക് സർക്കിൾസ് മാറാൻ പറ്റിയ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ എന്തെങ്കിലും ക്രീം ഒന്ന് പറഞ്ഞുതരാമോ എന്ന്. അതിന് മുമ്പും കുറേ വീഡിയോസിൽ നമ്മൾ ഒന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സ് എന്നോട് ചോദിച്ച കാര്യം ഈ മെലാസ്മ ഒന്ന് ക്യൂർ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ക്രീംസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ രണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കാരണം ഇന്ന് ഞാൻ പറയാൻ പോണ ക്രീംസ് നിങ്ങൾക്ക് മെലാസ്മ അതുപോലെ ഡാർക്ക് സർക്കിൾസ് ഇതിന് രണ്ടിനും എഫക്റ്റീവായ ക്രീംസ് ആണ്. അപ്പോൾ ഈ ക്രീംസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഫേസിൽ ഈ മെലാസ്മ അതുപോലെ ഡാർക്ക് സർക്കിൾസ് വരുന്നത്. നമുക്ക് ആദ്യം മെലാസ്മയുടെ കാര്യം എടുക്കാം. മെലാസ്മ വരാനുള്ള പ്രധാന കാരണം, ഒന്നാമത്തെ കാരണം UV റേസ് നമ്മൾ സ്കിന്നിൽ അടിക്കുമ്പോഴാണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് വന്നു. കാര്യം എൻ്റെ വീട്ടിൽ ഇപ്പോൾ 70 കഴിഞ്ഞ അപ്പൂപ്പൻ്റെ അമ്മൂമ്മമാരൊക്കെ ഉണ്ട്. അവർക്കൊന്നും ഈ പറഞ്ഞ മെലാസ്മയോ കാര്യങ്ങളോ ഇഷ്ടങ്ങളൊന്നുമില്ല. എൻ്റെ അറിവിൽ അവർ സൺസ്ക്രീനോ ഒരു മേക്കപ്പ് പോലും ഇട്ട് കണ്ടിട്ടില്ല. പക്ഷെ അവർക്ക് എന്താ കുഴപ്പമില്ലാത്തത്? അതിൻ്റെ പ്രധാന കാരണം അവർ വന്ന കാലാവസ്ഥയല്ല ഇപ്പോഴത്തത്. ക്ലൈമറ്റ് മാറി. അന്ന് ഇത്ര വികസനം വന്നിട്ടില്ല ഇവിടെ. അതിൻ്റെ ഭാഗമായിട്ട് റോഡുകളൊക്കെ ധാരാളം തണൽ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം ഇതെല്ലാം വെട്ടിക്കളഞ്ഞ് ഇതിൻ്റെ ഫലമായിട്ട് ഇപ്പം ചൂട് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എറണാകുളത്തൊക്കെ പോകണമെങ്കിൽ നിറച്ച് കമ്പനികളും ഫാക്ടറികളാണ്. ഈ കമ്പനികളിൽ നിന്നൊക്കെ പുറന്തള്ളുന്ന എയറൊക്കെ ഉണ്ടോ, ഇതെല്ലാം കാരണം നമ്മുടെ അറ്റ്മോസ്ഫിയർ നല്ല രീതിയിൽ ഇപ്പോൾ ഹോട്ടായിരിക്കുവാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സ്കിന്നിൽ അഫക്റ്റ് ചെയ്യും. ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിലും ചേഞ്ചസ് വരുത്തണം. അപ്പം നമ്മൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വരുമ്പോഴാണ് ചില ആൾക്കാർക്ക് ഈ മെലാസ്മ വരുന്നത്. മറ്റൊരു കാരണം എന്ന് പറഞ്ഞ ജെനറ്റിക്സ് ആണ്. അതായത് നമ്മൾ ജനിതകപരമായിട്ടും ചില ആൾക്കാർക്ക് ഇപ്പോൾ മെലാസ്മ വരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ അലർജിയാണ്. ചില ആൾക്കാർ ഇപ്പം ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ഒരിക്കലും നിൽക്കത്തില്ല. അവർ മാറ്റിക്കൊണ്ടേയിരിക്കും, മാറ്റി യൂസ് ചെയ്യും. ഇങ്ങനെ മാറ്റി യൂസ് ചെയ്യുമ്പം ഇത് അവിടെ സ്കിന്നിന് പല ടൈപ്പിലുള്ള റിയാക്ഷൻ സംഭവിക്കും. നമുക്കൊരു പ്രൊഡക്റ്റ് നമ്മുടെ സ്കിന്നിൽ സ്യൂട്ട് ആയെങ്കിൽ നമ്മൾ അത് വെച്ച് കണ്ടിന്യൂ പോകുക. അതിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റുമ്പം അതിൻ്റെ ചില ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നിന് സെറ്റാകാതെ വരും. അതും മെലാസ്മക്ക് കാരണമായി വരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഹോർമോണൽ ഇഷ്യൂസ് ആണ്. അത് കൂടുതൽ സ്ത്രീകൾക്കാണ് വരുന്നത്. പിന്നെ തൈറോയ്ഡ് ഇഷ്യൂസ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ സ്കിന്നിന് ഈ മെലാസ്മ വരുന്നത്. ഈ ഡാർക്ക് സർക്കിൾസ് നമ്മുടെ സ്കിന്നിൽ വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലായ്മയാണ്. നമ്മുടെ ഉറക്കം കുറയുമ്പോൾ അത് നമ്മുടെ സ്കിന്നിനെ ശരിക്കും എഫക്ട് ചെയ്യും. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ജെനറ്റിക്സ് ആണ്. ജെനറ്റിക്സ് പരമായും ചില ആൾക്കാർക്ക് ഈ കണ്ണിന് താഴെ ഡാർക്ക് സർക്കിൾസ് വരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാരണം എന്നത് ഡീഹൈഡ്രേഷൻ ആണ്. നമ്മൾ ധാരാളമായി വെള്ളം കുടിക്കാത്ത മൂലവും നമ്മുടെ സ്കിന്നിന് ഡാർക്ക് സർക്കിൾസ് വരുന്നതാണ്. പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞിട്ടുള്ള ഓവറായിട്ടുള്ള സ്ക്രീൻ വാച്ചിങ് ആണ്. അത് കൂടുതൽ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ, കൂടുതൽ നേരം നമ്മൾ അതിൽ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ താഴെ ഇങ്ങനെ ഡാർക്ക് സർക്കിൾസ് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പിന്നൊരു പ്രധാന കാരണം, അത് നമുക്ക് എല്ലാവരും ചെയ്ത് നിൽക്കും, ഞാൻ ഉൾപ്പെടെ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കണ്ണിൽ എന്തെങ്കിലുമൊക്കെ പൊടിയോ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇന്ന് പറയുന്നു പെട്ടെന്ന് കണ്ണ് തരുമ്പോൾ, ഇങ്ങനെ കണ്ണ് തരുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ താഴത്തുള്ള ഞരമ്പുകൾക്ക് വികസനം സംഭവിക്കും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡാർക്ക് സർക്കിൾസ് വരും. ഒരു കാരണം എന്ന് പറഞ്ഞാൽ അലർജിയാണ്. ഈ അലർജി മൂലവും നമുക്ക് ഡാർക്ക് സർക്കിൾസ് വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഡാർക്ക് സർക്കിൾസ് നമ്മുടെ സ്കിന്നിൽ വരാനുള്ള പ്രധാന കാരണങ്ങൾ. അപ്പോൾ രണ്ടിനും കൂടെ, അതായത് മെലാസ്മക്കും അതുപോലെ ഡാർക്ക് സർക്കിൾസും, ഇതിന് രണ്ടിനും കൂടെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ഇതിൽ രണ്ടിനും കൂടെ എഫക്റ്റീവ് 3 ക്രീമും ഒരു സെറം കൂടിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്രീംസ് എന്തൊക്കെയെന്ന് പരിചയപ്പെടാം. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ ക്രീം എന്ന് പറയുന്നത് ഡെർമിന്റെ 20% അസീലിക് ആസിഡ് ക്രീമാണ്. ഈ അസീലിക് ആസിഡ് നല്ലൊരു മെലാനിൻ റെഡ്യൂസർ ആണ്. നമ്മുടെ സ്കിന്നിൽ ഈ മെലാസ്മ ഒരു ബ്രൗൺ പാച്ചസ് ആയിരിക്കും നമ്മുടെ സ്കിന്നിൽ വരുന്നത്. അപ്പം നമ്മൾ മെലാനിൻ റെഡ്യൂസേഴ്സ് ആയ ക്രീം യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, മെലാനിൻ്റെ അളവ് കുറയുമ്പോഴാണ് സ്കിന്ന് ലൈറ്റൻ ആകുന്നതും മെലാനിൻ്റെ അളവ് കൂടുമ്പോഴാണ് സ്കിൻ ഡാർക്കൻ ആകുന്നതും. അപ്പോൾ നമ്മൾ ഈ മെലാനിൻ റെഡ്യൂസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ സ്കിന്ന് ഒന്നുകൂടെ ലൈറ്റൻ ആകും. അതായത് നമ്മുടെ ബ്രൗൺ പാച്ചസ് ലൈറ്റനായി വന്ന് പതുക്കെ നമ്മുടെ നോർമൽ സ്കിൻ ടോണിലേക്ക് പോകും. അതാണ് ഈ മെലാനിൻ റെഡ്യൂസേഴ്സിന് ഗുണം. അങ്ങനെ ഒരു മെലാനിൻ റെഡ്യൂസറാണ് ഈ ഒരു അസീലിക് ആസിഡ് ഉള്ളത്. രണ്ടാമത്തെ അസീലിക് ആസിഡിന്റെ മെയിൻ ഗുണം പറഞ്ഞാൽ നമ്മുടെ പിഗ്മെന്റേഷൻ, ആക്നെ നന്നായിട്ട് ക്യൂർ ചെയ്യും. പിന്നെ മറ്റൊരു ഗുണം പറഞ്ഞാൽ ഇത് നല്ലൊരു സെൽ ടേൺ ഓവറാണ്. സെൽ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ ഡാമേജ് ആയ സെൽസിനെ മാറ്റി പുതിയ സെൽസിനെ ഫോം ചെയ്യുന്ന ഒരു പരിപാടിയാണ് സെൽ ടേൺ ഓവറിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ റെറ്റിനോയിൻ അതുപോലെ ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ പറഞ്ഞ സെൽ ടേൺ ഓവറിംഗ്. ഇത് ചെയ്ത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഗുണങ്ങൾ. കാരണം നമുക്ക് ഗ്ലാസ് സ്കിൻ കിട്ടാൻ ഇത് ഭയങ്കര ഉപകാരിയാണ് ഈ പറഞ്ഞ സെൽ ടേൺ ഓവർ. ഒരു 40-45 കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഈ ഒരു സെൽ ടേൺ ഓവറിങ്ങിന്റെ കപ്പാസിറ്റി കുറയും. ആ സമയം നമ്മൾ ഈ അസീലിക് ആസിഡ് മുതലായ ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ സ്കിന്നിന് എപ്പോഴും നല്ല യൂത്ത് ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ അസിലിക് ആസിഡ് ഗുണങ്ങൾ. ഈ രണ്ടാമത്തെ ക്രീം എന്ന് പറഞ്ഞാൽ ട്രെറ്റിനോയിനാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, നമ്മുടെ ബോളിവുഡ് ആക്ടേഴ്സ് മുതൽ എല്ലാവരും ഫേമസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ക്രീമാണ് ട്രെറ്റിനോയിൻ. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ട്രെറ്റിനോയിൻ സെൽ ടേൺ ഓവർ തന്നെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൽ ടേൺ ഓവർ ചെയ്യും. പിന്നെ നമ്മുടെ ആക്നെ പിഗ്മെന്റേഷനൊക്കെ റിഡ്യൂസ് ചെയ്യും.
പിന്നെ ഇത് നമ്മുടെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യും, നമ്മുടെ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. ഇതൊക്കെയാണ് ഈ ട്രെറ്റിനോയിൻ ക്രീമിന്റെ ഗുണം. അപ്പോൾ ഈ ട്രെറ്റിനോയിൻ പല പേഴ്സൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ 0.02% ഉണ്ട്, 0.05%, 0.01%. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം ഉണ്ടായിരിക്കും, നല്ല ഹയർ കോൺസെൻട്രേഷൻ യൂസ് ചെയ്ത് നല്ല റിസൾട്ട് ആയിരിക്കും അല്ലേ? അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. കാര്യം ട്രെറ്റിനോയിൻ എന്ന ക്രീമിൽ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇതിൻ്റെ കോൺസെൻട്രേഷൻ പെട്ടെന്ന് കൂട്ടരുത്. കാര്യം നമ്മുടെ സ്കിന്നിന് ഇതായിട്ട് അഡാപ്റ്റ് ആകുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ബിഗിനേഴ്സ് ആണെങ്കിൽ 0.02% യൂസ് ചെയ്ത് ഒരു 6 months ഒക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക, കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് പതുക്കെ വേണം നിങ്ങൾ 0.05%ലേക്ക് കയറ്റാൻ. ഒറ്റയടിക്ക് കയറ്റിയ ഭയങ്കര റിയാക്ഷൻ സംഭവിക്കും കേട്ടോ. അപ്പം അങ്ങനെ വേണം ട്രെറ്റിനോയിൻ ക്രീം യൂസ് ചെയ്യാൻ. ഇനിയുള്ള കാര്യം, നമ്മൾ ഏത് ബ്രാൻഡിൻ്റെ ട്രെറ്റിനോയിൻ ക്രീമാണ് യൂസ് ചെയ്യേണ്ടത്. അതിന് ട്രെറ്റിൻ എന്നൊരു ബ്രാൻഡുണ്ട്, നമ്മളെല്ലാ മെഡിക്കൽ സ്റ്റോറിലും ട്രെറ്റിൻ്റെ ട്രെറ്റിനോയിൻ 0.02% ഉള്ള ക്രീം വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തും അതുപോലെ ഏറ്റവും പവർഫുൾ ക്രീം ഞാൻ പറഞ്ഞുതരാം. അതാണ് മെലാസ്മയ്ക്ക് വേണ്ടി ഇതുവരെ കണ്ടുപിടിച്ച ഇൻഗ്രീഡിയൻസിൽ ഏറ്റവും പവർഫുൾ. പക്ഷേ ശ്രദ്ധിക്കാതെ യൂസ് ചെയ്താൽ 8ന്റെ അല്ല 16ന്റെ പണി കിട്ടും. വേറൊന്നുമല്ല, ഹൈഡ്രോക്വിനോൺ എന്ന് പറയും. ഈ ഹൈഡ്രോക്വിനോൺ എന്ന് പറയുന്നത് നല്ല പവർഫുൾ ആയിട്ടുള്ള മെലാൻ റെഡ്യൂസറാണ്. നമ്മൾ ഇന്ന് ഈ കാണുന്ന ഈ വൈറ്റനിങ് ക്രീംസിൽ എല്ലാത്തിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്വിനോൺ. ഹൈഡ്രോക്വിനോണിന്റെ 4% ഉള്ള ക്രീം വേണം നമുക്ക് യൂസ് ചെയ്യാൻ. കാര്യം ഈ ഹൈഡ്രോക്വിനോൺ എന്ന ക്രീം ഡോസേജ് പറയുന്നതിന്റെ മാക്സിമം 3 months, അതിന്റെ അപ്പുറത്തേക്ക് യൂസ് ചെയ്ത്, അത് സീവിയർ മെലാസ്മയുള്ള ആൾക്ക് അതിന്റെ അപ്പുറത്തേക്ക് യൂസ് ചെയ്തെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻറ്റ് അതും സേഫ്, അത് ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല. അത് യൂസ് ചെയ്യുന്ന രീതി തന്നെയുണ്ട്. നമ്മൾ ചുമ്മാ വാരി വലിച്ചിടാനും പാടില്ല. ഈ ഹൈഡ്രോക്വിനോൺ കണ്ടുള്ള ക്രീംസ് യൂസ് ചെയ്യുന്ന രീതി പറഞ്ഞാൽ മെലാസ്മ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെ ഹൈഡ്രോക്വിനോൺ യൂസ് ചെയ്യുന്നത് ഞാൻ പറയാം. ആദ്യത്തെ 1 to 2 weeks നിങ്ങൾ വീക്കിലി 3 times ഈ ക്രീം അപ്ലൈ ആവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇന്ന് അപ്ലൈ ചെയ്ത് നാളെ അപ്ലൈ ചെയ്യരുത്, അങ്ങനെ വേണം അപ്ലൈ ചെയ്യാൻ. അതിന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 ആഴ്ച നിങ്ങൾ വീക്കിലി 2 times വേണം അപ്ലൈ ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ ബുധനും ഞായറും മാത്രം അപ്ലൈ ചെയ്യുന്നത്, ബാക്കി ദിവസങ്ങളിൽ വേറെ ഒന്നും അപ്ലൈ ചെയ്ത് സൺസ്ക്രീൻ അല്ല. അതിനുശേഷം വരുന്ന 2 ആഴ്ച നിങ്ങൾ 1 time ഹൈഡ്രോക്വിനോൺ യൂസ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ ഉള്ള ഒരാഴ്ച നിങ്ങൾ അങ്ങ് നിർത്തിയാൽ, പൂർണ്ണമായി നിർത്തിയാൽ റിവേഴ്സ് ആയിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഹൈഡ്രോക്വിനോൺ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് ആയിട്ടുള്ള ഏതെങ്കിലും സ്കിൻ ലൈറ്റനിങ് ഏജന്റിലേക്ക് മാറുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കോജിക് ആസിഡ് കണ്ടന്റുള്ള സെറം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആൽഫ ആർബ്യൂട്ടിൻ ഈ കണ്ടന്റുള്ള സെറം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് രണ്ടും നമ്മുടെ ഹൈഡ്രോക്വിനോണിന്റെ ആൾട്ടർനേറ്റീവ്, ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് വെച്ച് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അപ്പൊ നമുക്കിനി ഹൈഡ്രോക്വിനോണിന്റെ ഈ ഒരു ഇൻഗ്രീഡിയന്റ് അടങ്ങി ഏത് ക്രീം വേണം യൂസ് ചെയ്യാൻ എന്നുള്ളൊരു കാര്യം പറഞ്ഞുതരാം. മെലാലൈറ്റ് 40 എന്ന് പറഞ്ഞ ക്രീമുണ്ട്, അത് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. ഈ 3 ക്രീംസ്, ഇപ്പൊ ഞാൻ ഈ വീഡിയോ പറഞ്ഞ 3 ക്രീംസ് നൈറ്റേ അപ്ലൈ ആവുള്ളൂ. ഒരു കാരണവശാലും രാവിലെ അപ്ലൈ ചെയ്ത്, രാവിലെ സൺസ്ക്രീൻ അല്ലാതെ വേറെ ഒന്നും അപ്ലൈ ചെയ്തത്. ഇനി നമുക്ക് വേണ്ടത് സെറമാണ്. അത് ട്രാൻ എക്സാമിക് എന്ന് പറയാം, ട്രാൻ എക്സാമിക്. ഈ ഒരു കണ്ടന്റ് ഉള്ള സെറം വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. ഈ ഒരു ട്രാൻ എക്സാമിക് എന്ന് പറഞ്ഞ കണ്ടന്റ് നമ്മുടെ ഹൈഡ്രോക്വിനോൺ തന്നെ വേറൊരു ആൾട്ടർനേറ്റീവാണ്. എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്വിനോൺ പോലെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് ലോങ് ടൈം യൂസ് ചെയ്യാം. വർഷങ്ങളോ യൂസ് ചെയ്യാനും വലിയ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ വരത്തില്ല. ഇതും ഒരു മെലാൻ റെഡ്യൂസറാണ്. അപ്പൊ ഈ ഒരു കണ്ടന്റ് ഉള്ള സെറം വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. ഇതിന് ഏറ്റവും ബെസ്റ്റ് ട്രാൻ എക്സാമിക് സെറമാണ് ഏറ്റവും ബെറ്റർ. ഇതും നിങ്ങൾ നൈറ്റ് വേണം യൂസ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ ക്രീംസ് എല്ലാം ആമസോണിലും ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്, അതുപോലെ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പം ഈ ആമസോൺ ഫ്ലിപ്കാർട്ടിലുള്ള ക്രീംസിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ, അതായത് കമന്റ് ബോക്സിലല്ല ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള ക്രീം ബുക്ക് ചെയ്തോ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.